കേരളത്തിൽ അക്രമ രാഷ്ട്രീയം ഒഴിവാകുന്നില്ലല്ലോ ഭാസ്കര. എങ്ങനെ ഒഴിവാക്കും കേണലേ ഈ രാഷ്ട്രീയ കലിതുള്ളൽ മത്സരം? എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഹിഡൻ അജണ്ടകളിൽ പെടുന്നതാണല്ലോ. ഭാസ്കരൻ ആ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ഞങ്ങളല്ല, ഈ വാമഹസ്തക്കാരും കമലദളപ്രിയരുമാണ്. ഞങ്ങൾ ദക്ഷിണഹസ്തക്കാർ ഗാന്ധി മാർഗത്തിലൂടെ വിപ്ലവം സാധ്യമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. വഴിവകുത്ത് നിങ്ങൾ പുണ്യാളന്മാരാകാൻ നോക്കണ്ട. രാഷ്ട്രീയം ഇന്ന് വെറും ഒരു കച്ചവടം മാത്രമാണെന്ന് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. മാരകായുധങ്ങൾ അലങ്കാരത്തിനെന്നോണം വീട്ടിൽ സൂക്ഷിക്കുന്ന നേതാക്കന്മാരും സഖാക്കന്മാരും നാട് വാഴുന്ന നമ്മുടെ രാജ്യത്ത് കലാപങ്ങളും അക്രമവാസനകളും തുടച്ചു മാറ്റാൻ മുൻകൈയെടുത്ത് പ്രയത്നിക്കേണ്ടത് നിയമപാലകരാണ്. ശരിയാ. എന്നാൽ നിയമം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആഭ്യന്തരമന്ത്രിമാർ കേരളത്തിലെ 1-ാം നമ്പർ കലഹക്കാരായിരുന്നു എന്നതാണ് സത്യം. സാക്ഷരതയിലും പ്രബുദ്ധതയിലും മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ കടുത്ത നാണക്കേടല്ലേ ഉണ്ടാക്കുന്നത്? ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ. അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളെന്ന് ഞങ്ങളെ മുദ്ര കുത്തുന്ന നിങ്ങളൊന്ന് ആലോചിക്കണം. കേരളത്തിൽ ഈ ദക്ഷിണഹസ്തക്കാരുടെ ഗവൺമെന്റ് ഭരിച്ചു മതിച്ചിരുന്ന കാലത്താണ് വർഗീയ കലാപങ്ങളടക്കം കേരളം കണ്ട കരാള രൂപ ആക്രമങ്ങൾ നടന്നിട്ടുള്ളത്. നാടിന്റെ ഐക്യം രാഷ്ട്രസേവകരെന്ന ബ്രാൻഡിൽ അക്രമങ്ങളിലൂടെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചവരെ പ്രോത്സാഹിപ്പിക്കാതെ ഞങ്ങൾ എതിർത്തു എന്നതുകൊണ്ട് മാത്രം അക്രമ രാഷ്ട്രീയക്കാരായി മുദ്രകുത്തപ്പെട്ടു പോയി എന്നത് നിർഭാഗ്യകരമാണ്. എന്റെ വാമഹസ്തം എന്തിന്റെ പേരിലായാലും അക്രമം നന്നല്ല. നമ്മുടെ തലമുറ കണ്ട ദുരിതങ്ങളും പാപഭാരങ്ങളും ഇനി വരും തലമുറ ദർശിക്കാതെ പകർത്തെടുത്ത് നടത്താതിരിക്കണമെങ്കിൽ കക്ഷി രാഷ്ട്രീയം മറന്ന് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. രാഷ്ട്രീയ എതിരാളികളെ ആയുധം കൊണ്ട് എതിരിടുന്നവർ ഒരു കാര്യം മറന്നുപോകുന്നു: ജനാധിപത്യ മൂല്യങ്ങളെ അറിഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് നിങ്ങളെന്ന്. സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമാവുന്നത് ഇവിടെ ജനാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ടാണ്. എന്നും എവിടെയും ആദരിക്കപ്പെടേണ്ട രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്ന് സഹിഷ്ണുത നഷ്ടപ്പെട്ട കലാപകാരികളായി അധപ്പതിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ ചോരയുടെ മണമുള്ള രാഷ്ട്രീയ സഹവാസത്തിലൂടെ മൃതപ്രായരായവരും ജീവൻ വെടിഞ്ഞ് രക്തസാക്ഷിത്വം വരിച്ച് സ്വന്തം കുടുംബത്തെ ദുരിതത്തിലും കഷ്ടപ്പാടിലും തള്ളിവിട്ടിട്ട് പാർട്ടി ഓഫീസുകളിലെ ചുവരുകളിൽ ചില്ലിട്ട നിശ്ചല ചിത്രങ്ങളായി മാത്രം നിലനിൽക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ തലമുറയെ മറികടക്കാൻ പുതിയ തലമുറയ്ക്കെങ്കിലും കഴിയട്ടെ. അറിഞ്ഞോ കൂട്ടരെ, നമ്മുടെ കുട്ടനാടിലെ കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ 1839.75 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് കേന്ദ്രത്തോട് MS സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്തിരിക്കുന്നു. അതേതായാലും നന്നായി. എന്ത് നന്നായി എന്ന്? മുൻപും പല പഠനങ്ങളും വിലയിരുത്തലുകളും ശുപാർശകളും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രാവർത്തികമായിട്ടില്ല. അതിനാൽ ഇതും കാത്തിരുന്ന് കാണാം. കുട്ടനാട്ടിൽ നിലവിലുള്ള പ്രതിസന്ധി മറികടക്കണമെങ്കിൽ പ്രത്യേക സാമ്പത്തിക മേഖലയും അടിസ്ഥാന സൗകര്യ വികസനവും തണ്ണീർമുക്കം ബണ്ട് മാറ്റിപ്പണിയൽ തുടങ്ങി വിവിധ തലങ്ങളിൽ നടപടിയുണ്ടാവണം. ഒപ്പം കുട്ടനാടിനെ പ്രത്യേക കാർഷിക മേഖലയായി പ്രഖ്യാപിക്കുകയും വേണം. അത് മാത്രം പോരാ, കായലോര കയ്യേറ്റവും പരിസ്ഥിതി പ്രശ്നങ്ങളും ഗൗരവമായി തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കാണണം. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ തണ്ണീർമുക്കം ബണ്ട് ആധുനികവൽക്കരിക്കുന്നതിനോടൊപ്പം ഈ പ്രദേശങ്ങളിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒഴിവാക്കി വേമ്പനാട്ട് കായലിന്റെ 5 മീറ്റർ ദൂരം വരെ ഏത് നിർമ്മാണ പ്രവർത്തനവും അനുവദിക്കാവൂ എന്ന നിയമം കർക്കശമാക്കണം. അതെന്താ വക്കീലെ അങ്ങനെ? എന്റെ കേണലെ, നമ്മുടെ ഈ കായലിന്റെ വിസ്തൃതിയും ആഴവും ഇപ്പോൾ 78% കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് കണക്ക്. അല്ലേ ഭാസ്കര? ശരിയാ. കുട്ടനാടിലെ കാർഷിക മേഖലയിൽ ഒരു ഏകീകൃത നിയന്ത്രണ സംവിധാനം അനിവാര്യമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുകയും പഞ്ചായത്തുകൾ അവയുടെ പ്ലാൻ ഫണ്ടുകൾ ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയും ഉൾനാടൻ മത്സ്യകൃഷിയെ ശക്തിപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ കുട്ടനാടിന്റെ സമഗ്ര വികസനം സാധ്യമാവും. നിലവിലെ പാടശേഖര മേഖലയിലെ ഏകോപനക്കുറവും തൊഴിലാളികളുടെ ക്ഷാമവും കുട്ടനാടിന്റെ വികസനത്തെ ബാധിച്ചിട്ടില്ലേ ഭാസ്കര? പാടശേഖര സമിതി, അഗ്രി ക്ലിനിക്കുകൾ എന്നിവ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനാവും. കൃഷിക്ക് ആവശ്യമായ യന്ത്രോപകരണങ്ങൾ ഇവിടെ തന്നെ വികസിപ്പിച്ചെടുക്കുകയും തൊഴിലാളികൾക്ക് പരിശീലനം നൽകിയും ഫാം മിഷനറി റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്റർ സ്ഥാപിക്കുകയും 1 കിൻഡൽ നെല്ലിന് 1000 രൂപ താങ്ങുവിലയായി ഉയർത്തുകയും ചെയ്താൽ കുട്ടനാടിലെ മാത്രമല്ല കേരളത്തിലെ കാർഷിക പ്രതിസന്ധികൾ ഒഴിവാക്കി നമ്മുടെ സ്വന്തം നാട്ടിൽ വിളഞ്ഞ അരിമണികൾ കൊണ്ട് നമുക്ക് എല്ലാവർക്കും ചോറുണ്ണാം.
കേട്ടില്ലേ കൂട്ടരെ, നമ്മുടെ മന്ത്രി സുധാകരൻ സാർ പറഞ്ഞത് VS ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന്. അത് പുള്ളി പറയാൻ കാരണം വേറൊന്നുമല്ല. VSന്റെ ഭാഷയിൽ മന്ത്രി എന്ന് പറയുന്നയാൾ പറയുന്നതൊന്നും അത്ര കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് അവഗണിച്ചതല്ലേ. ആരെയും നാവെന്ന ആയുധം കൊണ്ട് വെട്ടിനിരത്തുന്ന സുധാകരൻ മന്ത്രിക്ക് ഇപ്പോൾ മുക്കിന് മുന്നിൽ മുട്ടുമടക്കിയേ തരമുള്ളൂ. നമ്മുടെ ഈ മന്ത്രിയുടെ പരാമർശം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഷേക്സ്പിയർ നാടകത്തിലെ വിശ്വപ്രസിദ്ധമായ ആന്റണി സ്പീച്ചാണ്. ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. എന്റെ കൂട്ടരെ, എനിക്കിപ്പോ ഓർമ്മ വരുന്നത് രാഷ്ട്രീയക്കാരുടെ പൊതുവെയുള്ള ധാരണയെ കുറിച്ചാ. പൊതുജനം എന്നും അവർക്ക് കഴുതകളാണ്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ജനം കഴുത തന്നെയാണെന്ന് കാട്ടിക്കൊടുക്കുകയല്ലേ. വാസ്തവം. കേരളത്തിലെ ഭരണത്തിന്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നവരും ഇനി പിടിക്കാൻ തയ്യാറായി നിൽക്കുന്നവരും കോടികൾ കോഴ വാങ്ങി കീശയിൽ വെച്ച് നെഞ്ചും വിരിച്ച് നടക്കുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരളും വെച്ച് കുത്തിയിരിക്കുകയല്ലേ. ശരിയാ. പണ്ടൊക്കെ ലോട്ടറിക്കാരന്റെ കോളാമ്പി കൂടി 1 കോടി 1 കോടി എന്ന് കേൾക്കുമ്പോ അകമേ ആശ്ചര്യവും ആഗ്രഹവുമായി നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു. ഇന്നത്തെ സ്ഥിതിയോ, പത്രം മറിച്ചാലും TV തുറന്നാലും കോടികൾ ഇങ്ങനെ ഒഴുകലിയോ വളരെ നിസാരമായി. കോടിക്കഥ കേട്ടതുകൊണ്ട് ചോദിക്കുക, കോഴ എന്ന വിഭാഗത്തിൽപ്പെടുന്ന കോടിയും ധാന എന്ന ഗണത്തിൽപ്പെടുന്ന കോടിയും ഒരാൾ തന്നെ പലർക്കായി വിഹിതം വച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു സംശയം. ഈ കോടികൾക്കൊന്ന് നികുതി ഭാരം ഈടാക്കാൻ നമ്മുടെ നാട്ടിൽ നിയമമില്ലേ? കേരളം എന്ന ഈ നമ്മുടെ കൊച്ചു രാജ്യം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാമ്പത്തിക വ്യവസ്ഥയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നതിന് കാരണമെന്തെന്നറിയാവോ? നാം ഓരോരുത്തരും നികുതി ഇനത്തിൽ ധാരാളം കുടിശ്ശിക ഇടുകയും വെട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ്. വീട് വയ്ക്കുമ്പോഴും ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോഴും വസ്തുവകകൾ രജിസ്റ്റർ ചെയ്യുമ്പോഴും നികുതി വെട്ടിപ്പ് ഗണ്യമായി നടത്തുന്നു. ഇതുമൂലം രാജ്യത്തിന്റെ സാമ്പത്തിക കെട്ടുറപ്പ് ഇല്ലാതാവുകയും രാജ്യം നാൾക്ക് നാൾ ദരിദ്രമാവുകയും ചെയ്യുന്നു. അന്യനാട്ടിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കിട്ടിയ കാശുമായി ഇവിടെ വന്ന് ഒരു സോപ്പ് കമ്പനിയോ ബിസ്ക്കറ്റ് കമ്പനിയോ അതുപോലെ ചെറു വ്യവസായങ്ങൾ എന്തെങ്കിലും ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ ടാക്സ്, ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ് എന്ന് പറഞ്ഞ് കുത്തിനു പിടിക്കാൻ വരുന്ന ഗവൺമെന്റും ഉദ്യോഗസ്ഥരും ആദ്യം ചെയ്യേണ്ടത് പാരിസ്മാരെയും മാർട്ടിന്മാരെയും പോലുള്ള വമ്പൻ സ്രാവുകളിൽ നിന്നും കോഴക്കോടിയും ദാനക്കോടിയും പോലെ എണ്ണിയാലൊടുങ്ങാത്ത കോടികളുടെ നികുതി അടയ്ക്കാത്ത പണം കണ്ടുകെട്ടണം. ഒപ്പം വിവാദത്തിൽപ്പെട്ട് പുറത്തു വന്ന കോടിക്കണക്കുകൾക്ക് കൊടുത്ത ഇനത്തിലും വാങ്ങിയ ഇനത്തിലും നികുതി പലിശ സഹിതം ഈടാക്കണം. കൂടാതെ കള്ളപ്പണക്കാരെ തെരഞ്ഞു പിടിച്ച് നികുതിപ്പണം വാങ്ങുകയും നിലവിലെ നികുതി വെട്ടിപ്പ് നിയമത്തിന്മേൽ കേസെടുക്കുകയും വേണം. എങ്കിൽ മാത്രമേ രാജ്യത്തിന് ഈ ദുരവസ്ഥകൾ മറികടക്കാനാവൂ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഭാസ്കര, എനിക്കൊരു സംശയം. ഈ റെഡ് അലർട്ട് എന്ന പത്രത്തിൽ കണ്ടല്ലോ, ഇതെന്ത് കുന്ത്രാണ്ടമാണ്? ചോദ്യം ഇമ്മിണി പുലിവാലി പിടിച്ചതാണെങ്കിലും പറയാതെ പറ്റില്ലല്ലോ. ഇത് സുരക്ഷാ വകുപ്പിലുള്ള ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് വ്യക്തികളുടെ സഞ്ചാരവും സുരക്ഷയുമായി ബന്ധപ്പെട്ട Z+ കാറ്റഗറിയിലുള്ള സുരക്ഷാ സംവിധാനമാണ്. അതെ, ഉദാഹരണം പറഞ്ഞാൽ കുറച്ചു കാലം മുൻപ് നമ്മുടെ കേരള സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ വിവാദ നായകനായ നരേന്ദ്രമോദി സന്ദർശനത്തിന് വന്നത് ഓർമ്മയില്ലേ? അന്ന് അദ്ദേഹത്തിന്റെ സുരക്ഷ മുൻനിർത്തി റെഡ് അലർട്ട് ഏർപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, ആ BJP നേതാവിന്റെ ആഗമന ഭാഗമായി 3 വിമാനത്താവളങ്ങളിൽ റെഡ് അലർട്ട് ഏർപ്പെടുത്തുകയും പിന്നെ നിയമപാലകരുടെ വമ്പൻ സന്നാഹങ്ങൾ അണിനിരക്കുകയും ചെയ്തത് കണ്ടില്ലേ? ഒരൊറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങളാ റെഡ് അലർട്ടിന്റെ പേരിൽ പൊട്ടിച്ചത്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ 100,000 പട്ടിണി കിടക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി ലക്ഷങ്ങൾ ദീപാവലി കളിച്ച് കളയുകയാണ്. എന്റെ കൂട്ടരെ, റെഡ് അലർട്ടും നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ തീപ്പൊരി പ്രസംഗമൊന്നും അല്ല ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നം. കഴിഞ്ഞ 2-3 കൊല്ലമായി നിത്യോപയോഗ സാധനങ്ങളുടെ വില 4 വട്ടം ഇരട്ടിയായി കുതിച്ചുയർന്നു. നാടാകെ അക്രമങ്ങൾ, പെൺവാണിഭവും പീഡനവും അരങ്ങു തകർക്കുന്നു. ഇത് പോരാഞ്ഞ് കക്കലും കോഴ ഇടപാടുകളും തോന്നിയ പോലെ മുറയ്ക്കാം. അതിനിടയിൽ മതവിവാഹങ്ങളുടെ കൊള്ളയടിയും വിവാദവും പെരുമ്പറ മുഴക്കുന്നു. ഇതിലൊന്നും ഇടപെടാൻ നമ്മുടെ സർക്കാരിനോ സർക്കാരിന്റെ പോലീസിനോ സുരക്ഷാ സേനയ്ക്കോ യാതൊരു താല്പര്യവും ഇല്ലതാനും.
എന്നാൽ ഈ ഗുജറാത്ത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ പോലുള്ളവരുടെ ജീവനും നമ്മുടെ ജീവനും മരണമെന്ന പ്രതിഭാസത്തിന് മുന്നിൽ തുല്യമല്ലേ എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങളുടെയോ? എന്തൊരു നാണക്കേട്! ജയിൽ മോചിതനായ അബ്ദുൾ നാസർ മദനിയെയാണ് ശംഖുമുഖം കടപ്പുറത്തെ വേദിയിൽ മഴയും തിരക്കുകളും വകവയ്ക്കാതെ 2.5 മണിക്കൂർ ജനം കാത്തുനിന്നത്. ജയിലിലേക്ക് ഇട്ടുകൊടുത്തവർ തന്നെ സ്വീകരണത്തിനും സൽക്കാരത്തിനും മത്സരിക്കുന്നു. മതതീവ്രവാദി എന്ന് മുദ്ര കുത്തിയവർ തന്നെ മദനിയെ വാഴ്ത്തപ്പെട്ടവരാക്കും. നമ്മുടെ സംസ്ഥാനത്തെ ഒരാളെ കുറ്റം ആരോപിച്ച് അയൽ സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ നൽകാതിരിക്കുന്നത് എങ്ങനെ? വിചാരണ പൂർത്തിയാക്കി കുറ്റം തെളിയിക്കുകയോ അതിനു കഴിയില്ലെങ്കിൽ ജയിൽ മോചിതനോ ആക്കേണ്ടത് ജുഡീഷ്യറിയാണ്. ഞങ്ങളുടെ സർക്കാർ മദനിക്ക് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ജാമ്യം പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ചത് നിങ്ങളുടെ സർക്കാരാണ്, അത് മറക്കണ്ട. എന്റെ ചങ്ങാതിമാരെ, നിങ്ങൾ രണ്ടുപേരുടെ സർക്കാർ ഭരിച്ചപ്പോഴും മഗദിനിയുടെ കെയർ ഓഫിലുള്ള വോട്ട് ബാങ്കുകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചുവെന്നല്ലാതെ അയാൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് കുന്തവാ ചെയ്തു കൊടുത്തത്? മദനിയെ എന്നെ പോലുള്ള മിടുക്കന്മാരായ വക്കീലന്മാരാ രക്ഷപ്പെടുത്തിയത്. എന്തൊക്കെ പറഞ്ഞാലും വലിയ കഷ്ടം തന്നെ. കുറ്റം തെളിയിക്കാതെ 9.5 കൊല്ലം ജയിലിൽ കിടക്കുക, അതും ജാമ്യമോ ജയിലിൽ ബന്ധുക്കളെ കാണാൻ അനുവാദമോ ഇല്ലാതെ. അതിലും ഭേദം അയാളെ അങ്ങ് കൊല്ലുകയായി. ഇനി അക്കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല കേണല്ലേ. എന്തായാലും ജയിൽ മോചിതനായ മദനിയെ നമുക്ക് തീർച്ചയായും സ്വീകരിക്കാം. കാരണം ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുകയും അതിൻ്റെ പേരിൽ കാല് നഷ്ടമാവുകയും ഒക്കെ ചെയ്തിട്ടും അത് ചെയ്തയാൾക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറായ മദനിയെ നമ്മൾ മനസ്സുകൊണ്ട് വണങ്ങുകയും അനുകരിക്കുകയും വേണം. 9.5 വർഷത്തെ ജയിൽവാസം മദനിയെ ആത്മാവ് തൊട്ടറിഞ്ഞ് സമചിത്തനാക്കിയിരിക്കുന്നു. ഇനി തീവ്രത വേണ്ടെന്നും പക്വതയോടെ ജീവിക്കുമെന്നും പ്രഖ്യാപിച്ചതും അതുകൊണ്ടാണ്. കേരള ജനതയ്ക്ക് അദ്ദേഹം ഒരു പാഠമായിരിക്കാം. ഞങ്ങൾക്കൊപ്പം വന്നാലും കൂടെ നിർത്തും. മദനി ജയിലിലായിരിക്കുമ്പോൾ നിങ്ങൾ ഇരു മുന്നണികളും വേണ്ടത്ര സഹായിച്ചില്ല എന്ന നേര് എല്ലാവർക്കും അറിയാം. ഓരോരോ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും വോട്ട് ബാങ്കിനെ നന്നായി ഉപയോഗപ്പെടുത്തുകയും അതിൻമൂലം ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തിട്ട് മുതലക്കണ്ണീരൊഴുക്കുന്ന രാഷ്ട്രീയക്കാരെ മദനി സൂക്ഷിക്കുക. ജയിൽ മോചിതനായ മദനിക്കുന്ന് വല്ലാത്ത മൈലേജാ. അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയക്കാര് ഒന്ന് സൂക്ഷിക്കുക. തീവ്രവും പ്രകോപനപരവുമായ പ്രസംഗങ്ങൾ മാത്രമേ അദ്ദേഹം അവസാനിപ്പിച്ചിട്ടുള്ളൂ. നെഞ്ചുറപ്പുള്ള വിമർശനവും സമത്വ ചിന്തയും ന്യൂനപക്ഷ സേവനവുമായി മദനി രാഷ്ട്രീയ രംഗത്തുണ്ടാവും. ഒറ്റയവരും ഒറ്റപ്പെടുത്തിയവരും വീണ്ടും കഴുകൻ കണ്ണുകളുമായി മദനിക്ക് ചുറ്റും വട്ടം ചുറ്റുമ്പോൾ മദനി ഒന്നോർക്കുക, രാജ്യസേവനത്തിന് ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിക്കാരുടെയും കൂട്ടായ്മ വേണ്ട. കപട രാഷ്ട്രീയക്കാരുടെ ചെളിക്കുണ്ടിൽ നിങ്ങൾ ഇനിയും വീഴരുതെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ജനകീയ ആസൂത്രണ പദ്ധതികൾക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത കോടികൾ വില വരുന്ന ഭൂമി യാതൊരു തുടർ നടപടിയും ഇല്ലാതെ പാഴാവുന്നു എന്ന് കേട്ടല്ലോ, ശരിയാണോ? ശരിയാ. 2005 വരെയുള്ള ഏകദേശ കണക്ക് പ്രകാരം 4 കോടിയിലധികം രൂപയുടെ ഭൂമിയാണ് പാഴായിട്ടുള്ളത്. ഈ കണക്ക് അധികരിക്കാനേ സാധ്യതയുള്ളൂ ഭാസ്കര. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമത്തിനായി പഞ്ചായത്തുകൾ നീക്കിവെച്ചിരുന്ന പദ്ധതി വിഹിതത്തിൽ നിന്നുമാണ് ഇതിനായി ഇത്രയും തുക ചെലവിട്ടിരിക്കുന്നത്. ഓഹോ, അപ്പോൾ പഞ്ചായത്തുകളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഇളക്കം തട്ടിയിട്ടുണ്ടാവുമല്ലോ. സംശയമെന്ത്? റോഡ് വക്കും പഞ്ചായത്ത് കിണറും ചെറു കനാലുകൾക്കുമായി നീക്കി വെച്ചിരുന്ന തുക പോലും ഇതിൽപ്പെട്ട് പാഴായിട്ടുണ്ടാവും അല്ലേ വാമഹസ്തം? കാര്യമൊക്കെ ശരിയായിരിക്കാം. ഈ നഷ്ടങ്ങൾക്കൊക്കെ കാരണം മറ്റൊന്നുമല്ല, ഒരു സ്ഥലത്തും രജിസ്റ്ററും രേഖകളും മറ്റും കൃത്യമല്ലാത്തതിനാൽ സംസ്ഥാനത്തൊട്ടാകെ എത്ര ഭൂമി ഏറ്റെടുത്തിട്ടുണ്ടെന്ന് വ്യക്തമല്ല. തന്മൂലം സംസ്ഥാനത്ത് തിരുവനന്തപുരം, ഇടുക്കി, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിൽ ഇതുവരെ പാഴായ ഭൂമിയുടെ കണക്കുകൾ കഴിഞ്ഞ ഗവൺമെന്റ് തിട്ടപ്പെടുത്താതിരുന്നതിനാലാണ് ഈ നഷ്ടമുണ്ടായെന്ന് ആരും മറക്കരുത്. ഇക്കൂട്ടർ എന്നും ദോഷേക ദൃക്കുകളാണ്. ഇവർക്ക് എന്തും പറയാം. അങ്ങനെ പറയാൻ പാടില്ല ദക്ഷിണഹസ്തം. ശരിയായ കണക്കുകളോ രേഖകളോ ഇല്ലാത്തതിനാൽ കോടികളുടെ ഭൂമിയാണ് അന്യാധീനപ്പെടാൻ പോകുന്നത്. ജലസേചന സൗകര്യം മെച്ചപ്പെടുത്താനും പട്ടികവർഗ വിവാഹക്കാർക്ക് വീടുകൾ നിർമ്മിക്കാനും വ്യവസായ പാർക്ക് തുടങ്ങാനും ബസ് സ്റ്റാൻഡുകളുടെ വികസനം തുടങ്ങി പുരോഗമന പ്രവർത്തനങ്ങൾക്കു വേണ്ടിയാണ് പഞ്ചായത്ത് ഭൂമി ഏറ്റെടുത്തത്. എന്നാൽ കെടുകാര്യസ്ഥതയും നിരുത്തരവാദപരവുമായ പെരുമാറ്റം മൂലം നഷ്ടപ്പെടുന്ന കോടികളെക്കുറിച്ച്
2001, 2005 ലോക്കൽ ഫണ്ട് ഓഡിറ്റിലൂടെ പഞ്ചായത്തുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നടപടി ഉണ്ടായില്ല. 2005 ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം തലശ്ശേരി 1.21 കോടിയിലൂടെയും വയനാട്ടിൽ 1.10 കോടിയിലൂടെയും കൊല്ലത്ത് 55.87 ലക്ഷത്തിന്റെയും എറണാകുളത്ത് 52.65 ലക്ഷത്തിന്റെയും ഭൂമി പാഴായി എന്നാണ് പഴയ കണക്കുകൾ. എന്നാൽ പുതിയ മാർക്കറ്റ് വില അനുസരിച്ച് പാഴായി പോകുന്ന ഭൂമികൾക്ക് എത്ര കോടി രൂപ വരുമെന്ന് നമുക്ക് വെറുതെ ഒന്ന് കൂട്ടി നോക്കിയാലോ? സിനിമ മനുഷ്യരിൽ നിന്നും അകലുന്നുവെന്ന് പറഞ്ഞു കേൾക്കുന്നുവല്ലോ, ശരിയാണോ? കമ്പ്യൂട്ടർ പോലുള്ള ആധുനിക സംവിധാനങ്ങൾ സിനിമയുടെ തനത് മൂല്യങ്ങളെ മാറ്റിയിട്ടുണ്ടെങ്കിലും ക്ലാസിക്കൽ സിനിമകൾ എക്കാലവും ആദരിക്കപ്പെടും. അത് നേരാ. എന്നാലും ഇക്കാലത്ത് വഴിപിഴയ്ക്കാൻ ഏത് അവസരം കിട്ടുമെന്ന് ആലോചിച്ച് നടക്കുന്ന യുവതലമുറയ്ക്ക് ഇത്തരം സിനിമകൾ പ്രോത്സാഹനമാ. നമ്മുടെ സംസ്കാരവും മൂല്യവും മാറ്റിവെച്ച് സെക്സിന്റെയും വയലൻസിന്റെയും അതിപ്രസരത്തിലെത്തുന്ന സ്വദേശ സിനിമയും വിദേശ സിനിമയും നമ്മുടെ ഈ കൊച്ചു കേരളത്തെ കുട്ടിച്ചോറാക്കും. അങ്ങനെ അങ്ങ് പറയുന്നതിൽ അർത്ഥമില്ല. ഇത്തരം സിനിമകൾ കണ്ട് വഴിപിഴയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഗാന്ധി സിനിമ കണ്ടിറങ്ങിയവരെല്ലാം നന്നായോ എന്നൊരു മറുചോദ്യം കൂടി ഉണ്ടാവാം. അത് ശരിയാ. കയ്യിലെ കാശും കൊടുത്ത് വഴി പിഴയ്ക്കാൻ അവസരം തേടണോ? എന്തോന്നായി പറഞ്ഞു വരുന്നത്? ലക്ഷങ്ങൾ മുടക്കി നിർമ്മിക്കപ്പെടുന്ന ഒരു സിനിമയെ നിസ്സാരമായ അഭിപ്രായ വിശദീകരണങ്ങളാൽ തള്ളിക്കളയരുത്. ഒന്നുമില്ലെങ്കിലും ഒത്തിരി പേർക്ക് അന്നമൂട്ടുന്ന തൊഴിലല്ലേ? അത് നേരാ. എന്നാൽ ഇന്നിപ്പോൾ മലയാള സിനിമയിൽ കാണുന്ന കഥാദാരിദ്ര്യവും മൂല്യശോഷണവും സംസ്കാര ധ്വംസനവും നന്നല്ല. എന്റെ വക്കീലെ, കഥയില്ലായ്മ ഉള്ളത് കൊണ്ടല്ല. ഈ അടുത്ത് വന്ന ഒരു സിനിമയുടെ കഥാതന്തു +2 വിദ്യാർത്ഥിനിക്ക് അവഗീത ഗർഭം ഉണ്ടാകുന്നുവെന്നാണ്. സംഭവം വീട്ടുകാരറിയാതെ എങ്ങനെ നശിപ്പിക്കാം എന്ന് അതിവിദഗ്ധമായി പറയുന്നുണ്ട് ചിത്രത്തിൽ. വെബ്സൈറ്റ് അടക്കം കിറുകൃത്യം. സിനിമ മനുഷ്യരിൽ നിന്ന് അകലാൻ ഇതിൽ കൂടുതൽ വേറെന്ത് വേണം? പഴയകാല സിനിമകൾ തന്നെയല്ലേ ഇതിലും നല്ലത്? എന്റെ കേണലെ, 1954 നീലക്കുയിൽ എന്ന സിനിമയുടെ കഥാസാരം എന്തായിരുന്നെന്ന് അറിയാമോ? ഓർത്തു നോക്ക്. ഒരു പാവം പുലയ സ്ത്രീ മുന്തിയ ജാതിക്കാരനാൽ ഗർഭം ധരിക്കുന്നു. അക്കാലത്ത് അതൊരു വലിയ വിഷയമായിരുന്നു. ഇന്നോ അവിഹിത ഗർഭം എന്ന് പറഞ്ഞാൽ ഒരു പനി വരുന്നതിന് തുല്യമാ. വിവാഹേതര ലൈംഗികത സ്ത്രീകൾക്കാകാമെന്നും അതിന് സുരക്ഷിതമായ മുൻകരുതൽ സ്വീകരിച്ചാൽ മതിയെന്നുമുള്ള ഉപദേശവുമായി രംഗത്തെത്തിയ ഒരു പ്രശസ്ത നടിയുടെ അഭിപ്രായം അടിവരയിട്ട് നമ്മുടെ മലയാള സിനിമയും പിന്താങ്ങുന്നു. ഈ അവസ്ഥ തുടർന്നാൽ മക്കളുടെ നന്മ ആഗ്രഹിക്കുന്ന ഏത് മാതാപിതാക്കളും സിനിമ എന്ന മാധ്യമത്തിൽ നിന്നും അകലുമെന്നതിൽ സംശയം വേണ്ട. അറിഞ്ഞില്ലേ ഭാസ്കര, ജമാഅത്തുകാർ മദനിയെ മുന്നിൽ നിർത്തി രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നുവെന്ന്. അപ്പോ ഹുക്കൂമത്തെ ഇല്ലാഹിയും ഇക്കാമുത്തുദീനും ഒക്കെ വേണ്ടെന്ന് വെച്ചോ? പാവം ജമാഅത്തുകാർ പഴയതൊക്കെ വിഴുങ്ങി ഇനി മുന്നണി രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നുവത്രേ. നിയമസഭയിൽ മതപ്രബോധനം നടത്താനാവും. ഇത് നല്ല തമാശ. ജമാഅത്തുകാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ഇവിടെ ആർക്കാ നഷ്ടം? അതൊരു മഹത്തായ പ്രസ്ഥാനമല്ലേ? മുസ്ലിങ്ങൾക്കിടയിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച പ്രസ്ഥാനമാണത്. ഓഹോ, ഇപ്പൊ അങ്ങനെയാണോ? ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ ദേശീയ നേതാവ് യെച്ചൂരി പറഞ്ഞത്. ജമാഅത്ത് ഇസ്ലാമി രാജ്യത്തിന് ക്യാൻസറാണെന്നും ഇത്തരം ശക്തികളെ ഇല്ലാതാക്കേണ്ടത് മതേതര ശക്തികളുടെ കടമയാണെന്നും അദ്ദേഹം എഴുതിയ പുസ്തകം ഇപ്പോഴും ദേശാഭിമാനി സ്റ്റാളുകളിൽ വിൽക്കുന്നുണ്ടല്ലോ. അത് പിന്നെ നിങ്ങൾ സന്ദർഭത്തിൽ നടത്തി വായിച്ചതിന്റെ കുഴപ്പമാണ്. അത്തരമൊരു നിലപാടെടുക്കാൻ യെച്ചൂരിയെ പ്രേരിപ്പിച്ചത് അന്നത്തെ സാഹചര്യങ്ങളാണ്. ഇന്നത്തെ അന്തരീക്ഷം അതല്ല. അത് ശരിയാ. അന്ന് നിങ്ങളെ പരസ്യമായി പിന്തുണച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അന്ന് ജമാഅത്തുകാർ ക്യാൻസറായി. ഇന്നത് മഹത്തായ പ്രസ്ഥാനവും. പിന്നെ മദനിയുടെ കാര്യം, പാവം ജയിലിലായപ്പോൾ നഷ്ടപ്പെട്ട അങ്ങേരുടെ യൗവനമാണ്. ഇനിയെങ്കിലും ഒരു കുടുംബജീവിതം നയിക്കാൻ അവസരം കൊടുക്കാതെ അങ്ങേരെ പിടിച്ച് വീണ്ടും ഒരു കച്ചവടച്ചരക്കാക്കുകയാണ് ജമാഅത്ത് നിങ്ങളും ഒക്കെ ചെയ്യുന്നത്. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നല്ലാതെ എന്തു പറയാം. ചെന്നൈയിൽ കമ്പ്യൂട്ടർ കച്ചവടം നടത്തി പാർട്ട്ണർമാരെ പറ്റിച്ചവരും
കേരളത്തിൽ സത്യസന്ധതയെക്കുറിച്ച് പ്രസംഗിക്കുന്നു. പ്രസ്ഥാനത്തിന്റെ ആസ്തിയെ കുടുംബസ്വത്തായി അനുഭവിക്കുന്നവരും നീതിയെക്കുറിച്ച് സംസാരിക്കുന്നു. വിധി വൈപരീത്യം തന്നെ. എന്തായാലും നിങ്ങളെക്കാൾ മെച്ചം തന്നെയാണ്. നിങ്ങളുടെ നേതാക്കന്മാർ ആഗോള കുത്തക ഭീമന്മാർക്ക് ഓശാന പാടുമ്പോ അതിനെ എതിർക്കാൻ ഞങ്ങളോടൊപ്പം ജമാഅത്തുകാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാ അവരെ ഞങ്ങൾ കൂട്ടത്തിൽ കൂട്ടാൻ തത്വത്തിൽ തീരുമാനിച്ചത്. അങ്ങനെയെങ്കിൽ അച്യുതാനന്ദൻ സഖാവിന്റെ നിലപാട് അതല്ലല്ലോ. അദ്ദേഹം ഇപ്പോഴും ജമാഅത്തുകാർ വർഗീയ സംഘടന എന്ന നിലപാടിൽ തന്നെയല്ലേ? അച്യുതാനന്ദ സഖാവ് ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് അങ്ങനെ പറഞ്ഞിരുന്നു എന്നത് നേരെ തന്നെ. എന്നാൽ ഇനി അദ്ദേഹം അങ്ങനെ പറയില്ല. അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ പാർട്ടി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ ചങ്ങാതിമാരെ, കേരളത്തിലുള്ള എല്ലാ സാമുദായിക സംഘടനകളുടെയും കാര്യങ്ങൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാ. എല്ലാം മണി ഏണിംഗ് സൊസൈറ്റികളാ, അഥവാ MES. എന്നിട്ട് ഇതൊന്നും അറിയാതെ താഴെക്കിടയിൽ കിടന്ന് വെറുതെ കടിച്ചു കീറിയിട്ട് എന്തു കാര്യം? സത്യത്തിൽ പൊതുജനം കഴുതയല്ല, മരമണ്ടൻ കോവർ കഴുതകളാ. അങ്ങനെ ജനാധിപത്യ രാജ്യമായ നമ്മുടെ നാട്ടിൽ നമ്മൾ തയ്യാറാക്കുന്ന പദ്ധതികൾ പ്രകാരം വികസനം വരുന്നു. കഴിഞ്ഞ തവണ ഞങ്ങളുടെ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ ഇനി ഓരോ മുക്കിനും മൂലയിലും വികസനം നടത്താൻ പോകുന്നു. ഇനി ഉപയോഗിക്കാതെ കിടക്കുന്ന തരിശുഭൂമി ഉണ്ടാവില്ല. അത്തരത്തിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ സ്ഥലം പിടിച്ചെടുത്ത് കർഷകർക്ക് പാട്ടത്തിന് കൃഷിക്കായി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഉത്പാദന മേഖലയ്ക്കാണ് നിങ്ങൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നു എന്ന് കേട്ടല്ലോ. ശരിയാ. റോഡുകൾ, തോടുകൾ, പാലങ്ങൾ, കാർഷിക അഭിവൃദ്ധി എന്നിവയിലൂടെ നാടിന്റെ മുഖച്ഛായ തന്നെ ഞങ്ങൾ മാറ്റാൻ പോകുന്നു. എന്റെ പൊന്നു സഹോദര, കഴിഞ്ഞ തവണ നിങ്ങളുടെ സർക്കാർ ഭരിച്ചപ്പോൾ വികസനം നടന്നത് പാർട്ടി ഓഫീസുകളിലും പാർട്ടിക്കാരിലുമാണെന്നുള്ളതും കുട്ടി സഖാക്കൾ വരെ മിനിമം ഇരുചക്ര വാഹനമെങ്കിലും സ്വന്തമാക്കിയതും നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ റോഡുകളും തോടുകളും അത് ജനങ്ങൾ അവരുടെ ആവശ്യമെന്ന നിലയിൽ ഉത്സാഹിച്ചത് കൊണ്ട് നടന്നു. കരാറുകാർക്ക് ബില്ല് മാറിക്കിട്ടാൻ ഇനിയും പാർട്ടി ഓഫീസുകാർ ഇറങ്ങണ്ടേ? അത് മാത്രമല്ല, പത്രത്തിൽ കഴിഞ്ഞ ദിവസം വാർത്ത വന്നത് കണ്ടില്ലേ? ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടത്താൻ കേരളത്തിലുടനീളം 35,000-ഓളം സൊസൈറ്റികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം പാർട്ടിക്കാരാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തവണ അഴിമതിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട്. ഉൽപാദന മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികളിൽ പ്രത്യേകിച്ച് ആട്, കോഴി, പശു തുടങ്ങിയവയിൽ അഴിമതി നടത്താൻ സുഖമല്ലേ? ഒരു പശുവിനെ കാണിച്ച് 4-5 വീട്ടുകാർക്കെങ്കിലും കാശ് വാങ്ങാമല്ലോ. എന്റെ ചങ്ങാതി, കണ്ണടച്ചിരുട്ടാക്കല്ലേ. ഞങ്ങളുടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇവിടെ നടന്നത് വികസന വിപ്ലവം തന്നെയാണെന്ന് സമ്മതിക്കാൻ ആർക്കാണ് പ്രയാസം? വെള്ളവും വെളിച്ചവും ഇല്ലാത്ത ഏത് ഗ്രാമമാണ് കേരളത്തിലുള്ളത്? റോഡില്ലാത്ത ഏത് വാർഡാണുള്ളത്? വേണ്ടതെല്ലാം ഉണ്ടാക്കി കൊടുത്തില്ലേ? എന്നിട്ട് നന്ദികേട് പറയുന്നത് എന്തിനാണ്? എന്റെ കൂട്ടരെ, അക്കാര്യത്തിൽ നിങ്ങൾ രണ്ടും തമ്മിൽ തലതല്ലി ചാകണ്ട. ഇക്കാര്യത്തിൽ നിങ്ങൾ ഇടതും വലതും ഒരു മെയ്യും മനസ്സുമാണെന്ന് ആർക്കാ അറിയാത്തത്? കഴിഞ്ഞ ഇടത് സർക്കാർ കേരളം ഭരിച്ചപ്പോഴും മലബാറിലെ പല പഞ്ചായത്തുകളുടെയും ഭരണ ചുമതല ലീഗിനും കോൺഗ്രസിനുമായിരുന്നു. അവിടെ അവർക്കാവുന്നത് പോലെയൊക്കെ അഴിമതി നടത്തിയിട്ടുണ്ടല്ലോ. ഇക്കാര്യത്തിൽ ഇടതും വലതും നടുവും ഒക്കെ ഒരേ തൂവൽ പക്ഷികളാണ്. വികസന സങ്കല്പം എന്നാൽ അവനവന്റെ കുടുംബത്തിന്റെ വികസനമെന്നാണ് ഇക്കൂട്ടരുടെ വിലയിരുത്തൽ. ബിനാമി പദ്ധതികൾ കുടുംബത്തിന്റെ വികസനമെന്നാണ് നനച്ചിരിക്കുന്നത്. അല്ല, ബിനാമി പദ്ധതികൾ കുടുംബത്തിന്റെ നേട്ടത്തിനുള്ളതാണെന്നാവും നിയമം, അല്ലേ? അത് പിന്നെ ഇവരുടെയൊക്കെ കുടുംബത്തിന്റെ കാര്യം നമ്മൾ നോക്കുമോ? ഇത്തരക്കാരുടെ കുടുംബങ്ങൾ അടങ്ങുന്നതാണ് ഈ സമൂഹം. ഈ സമൂഹം അടങ്ങുന്നതാണ് നമ്മുടെ നാട്. അങ്ങനെയൊക്കെ തന്നെയല്ലേ നാടിന്റെ വികസനം യാഥാർത്ഥ്യമാക്കുക? ഇത്രയും മഹനീയമായ ഒരു പദ്ധതിയെ നമ്മൾ അധിക്ഷേപിക്കരുത്. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം, അവരങ്ങനെയും ഇങ്ങനെയും ഒക്കെ അങ്ങ് ജീവിച്ചോളൂന്നേ. രാഷ്ട്രീയക്കാരെ എന്തിനാ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? ഒരു കണക്കിന് പാവങ്ങളല്ലേ. ബോത്ത് ആർ മാത്തമാറ്റിക്സ്. എന്നാലും എന്റെ ഭാസ്കര, ഇതല്പം കൂടുതൽ തന്നെയാ. എന്താ ഉറൂബേ കാര്യം? ഞാൻ നമ്മുടെ KCB-യുടെ കൊള്ളയടിയെ കുറിച്ചാ പറഞ്ഞത്. അതിലിപ്പോ എന്ത് പറയാനിരിക്കുന്നു?
ഈ തീവട്ടിക്കൊള്ള തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? ബില്ലടയ്ക്കേണ്ട നിശ്ചിത ദിവസത്തിൽ നിന്നും ഒന്ന് തെറ്റി മാറിപ്പോയാൽ ബ്ലേഡ് കമ്പനിക്കാരുടെ കയ്യിൽ നിന്നും പലിശയ്ക്ക് വാങ്ങിയതുപോലെയല്ലേ തിരിച്ചടവ് വരുന്നത്? കേരളത്തിൽ ബ്ലേഡ് കമ്പനിക്കാരെ നിയന്ത്രിക്കുമെന്ന് വീമ്പ് പറയുന്ന നമ്മുടെ ഈ സർക്കാർ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് ശരിയല്ല. എന്റെ വക്കീലെ, നാട്ടിലെ ബ്ലേഡ് കമ്പനികളെ പൂട്ടിച്ച് അതിന്റെയൊക്കെ പ്രവർത്തനം KSEB വഴി ഈ സർക്കാർ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. മുൻപൊക്കെ കൊള്ളപ്പലിശയ്ക്ക് കാശ് വാങ്ങി തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്നാൽ വസൂലാക്കാൻ വരുന്ന ബ്ലേഡ് കമ്പനിക്കാരൻ നമ്മളെ പോലുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഒരു അവസരവും തരും. എന്നാൽ ഈ KSEB-ക്കാർ അവരെക്കാൾ ദുഷ്ടന്മാരല്ലേ? കണ്ണിൽ ചോരയില്ലാതെ താക്കീതായോ സൗജന്യമായോ ഒരു അവസരം പോലും നൽകാതെ വന്നപാടെ ഫീസ് ഊരുകയല്ലേ? ചത്ത വീടെന്നോ ചെത്ത വീടെന്നോ പരിഗണന പോലും ഇല്ലാതെ. ഈ കാര്യം ഒരു ആനക്കാര്യമായി ആരും കരുതണ്ട. വൈദ്യുത ബോർഡ് കടുത്ത നഷ്ടത്തിലോടുന്ന ഒരു വണ്ടിയാ. ഈ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ജനങ്ങളുടെ ഒത്താശ ആവശ്യമായി വരും. എന്റെ വാമഹസ്തം, ഇത് ഞങ്ങൾ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ള വിഷയം തന്നെയാണ്. കറക്റ്റ്. കർമ്മബന്ധിതമായി പാവങ്ങളുടെ മേൽ മാത്രം നടപടി സ്വീകരിക്കാൻ ധൃതി കാട്ടുന്നവർ ഒന്നും ഓർക്കുന്നില്ല. സർക്കാർ ഓഫീസുകളിൽ ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ചെലവഴിക്കുന്ന വൈദ്യുതിയുടെ അളവെത്രയെന്നോ, അത്തരം ഓഫീസുകളുടെ പ്രവർത്തന സമയം കഴിഞ്ഞിട്ടും ദുരുപയോഗം ചെയ്യുന്ന വൈദ്യുതിയുടെ നിരക്കെത്രയെന്നോ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്നതിന്റെ പേരിൽ ഭീമമായ തുക KSEB-ക്ക് പിരിഞ്ഞു കിട്ടാനിരിക്കെ അവ വസൂലാക്കാൻ നടപടി സ്വീകരിക്കാതെയും പകൽ സമയങ്ങളിൽ പോലും തെരുവ് വിളക്കുകൾ കത്തിച്ച് വൈദ്യുതി പാഴാക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കാതെയും ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഏതുനേരവും കത്തുന്ന ബൾബുകളും ഫാനുകളും എത്രമാത്രം ഊർജം ദുരുപയോഗപ്പെടുത്തുന്നുവെന്ന സത്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളും തിരിച്ചറിയുക. എന്നിട്ട് പോരെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ ഇങ്ങനെ കൊള്ളയടിക്കുന്നത്? അറിഞ്ഞോ, കേരളത്തിൽ വ്യാപകമായി വ്യാജ മദ്യ നിർമ്മാണം നടക്കുന്നുണ്ടത്രേ. എന്റെ കേണലെ, ഇതിൽ ഇത്ര അതിശയിക്കാൻ എന്തിരിക്കുന്നു? ഒരു പക്ഷേ രാജ്യം കണ്ട ഏറ്റവും വലിയ വ്യാജമദ്യ നിർമ്മാണവും ദുരന്തങ്ങളും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണ്. അതെ, കേരളത്തിൽ വൻതോതിൽ വിഷമദ്യം എത്തുന്നുണ്ടെന്നും ചെത്തു തൊഴിലാളികൾ ഉണ്ടാക്കുന്ന കള്ള് വിതരണം ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ ശക്തമാണ് അതിന്റെ ഒഴുക്കെന്നും നമ്മുടെ മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുകയല്ലേ. ഇതിൽ പരം കഴിവുകേട് എന്തുണ്ട്? മുഖ്യൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് കഴിവുകേട് കൊണ്ടാണെന്ന് ആരും ധരിക്കണ്ട. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതിലധികവും വ്യാജമദ്യ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. ഈ സ്പിരിറ്റ് ലോബികളുടെ ബിനാമികളായി നിന്നിരുന്നവരിൽ ചിലർ അന്നും ഇന്നും ദക്ഷിണഹസ്തക്കാരുടെ കൈപ്പത്തിയിലാണ് അന്തി ഉറങ്ങുന്നത്. അസംബന്ധം പറയരുത്. പരിപ്പ് വടയും കട്ടൻ ചായയും മാറ്റി നൂഡിൽസും ചില്ലി ചിക്കനും കഴിക്കുന്ന നിങ്ങളുടെ പാർട്ടി സഖാക്കന്മാരോട് ചോദിക്ക്, ഇതൊക്കെ ഏത് റേഞ്ചിലെ ലോബിയുടെ ഔദാര്യമാണെന്ന്. എന്റെ കൂട്ടരെ, നിങ്ങൾ ഇങ്ങനെ തർക്കിക്കണ്ട. വ്യാജ ലോബി ശക്തിപ്പെടുന്നത് ഉന്നതങ്ങളിൽ ഇക്കൂട്ടർക്കുള്ള സ്വാധീനമാണ്. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ മേധാവികളും മദ്യമാഫിയകളുടെ കളിപ്പാവകളാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും അടച്ചാക്ഷേപിക്കാൻ പാടുള്ളതല്ല. മദ്യം വിഷമാണെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടെന്ന് നമ്മുടെ ആന്റണി നേതാവ് തെളിയിച്ചതല്ലേ? എല്ലാ മാസവും 1-ാം തീയതി മദ്യശാലകൾ പൂട്ടിയിടാൻ തീരുമാനിച്ചത് കാരണം എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. ശരിയാ, രക്ഷപ്പെട്ടത് കുടുംബങ്ങളല്ല, പകരം ഈ പറഞ്ഞ മദ്യശാലക്കാരാ. 50 രൂപ വരുമാനമുള്ള ഒരാൾ 20 രൂപയ്ക്ക് കള്ളു കുടിച്ച് ബാക്കി 30 രൂപ വീട്ടിലെത്തിച്ചിരുന്നു. പുതുക്കി നിശ്ചയിച്ച വില പ്രകാരം ഒരു മദ്യപൻ അല്പം കഴിക്കണമെങ്കിൽ കയ്യിലിരിക്കുന്നത് കൂടാതെ കടവും വാങ്ങി കുടിച്ചിട്ടേ അയാൾ വീട്ടിലെത്താറുള്ളൂ. ഇപ്പോൾ രക്ഷപ്പെട്ടത് ആരാ? എന്റെ കൂട്ടരെ, മദ്യം വിഷമാണ്. ഈ ലഹരി പാനീയം നുകർന്ന് ശീലമാക്കുന്നവർ വീടിന് മാത്രമല്ല നാടിന് ശാപമാണ്. നമ്മുടെ നാട്ടിൽ യഥേഷ്ടം കിട്ടുന്ന വ്യാജച്ചാരയെ നിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ അയൽവക്കത്ത് തന്നെയാണ്. ഇതിനെതിരെ ശബ്ദിച്ചാൽ രാഷ്ട്രീയക്കാരുടെയും പോലീസിന്റെയും മുന്നിൽ പ്രതിയാക്കി മുദ്രകുത്തപ്പെടുന്നത് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഏതെങ്കിലും നിരപരാധിയായിരിക്കും. എല്ലിൻ കഷ്ണത്തിന് പിന്നാലെ പോകുന്ന നായയുടെ സ്വഭാവം കാട്ടുന്ന ഉദ്യോഗസ്ഥർ ഒന്നോർക്കുക. ഈ അവിശുദ്ധ ബന്ധം നിലനിർത്തി വ്യാജമദ്യ ലോബിക്ക് ഒത്താശ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും എത്ര കുടുംബങ്ങളെയാണ് നശിപ്പിക്കുന്നത്? അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ശാപം നിങ്ങൾക്ക് മേൽ വീഴും. വ്യാജമദ്യ നിർമ്മാണവും വിതരണവും കുറയില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ വേണ്ടത് മദ്യത്തിന്റെ പ്രചാരം കുറച്ചുകൊണ്ടുവരിക എന്നതാണ്. അതിനുതകുന്ന മദ്യനയം ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യേണ്ടത് കേരളത്തിൽ ഒന്നിടവിട്ട് മാറി വരുന്ന ഗവൺമെന്റുകളാണ്.
ഇനിയും ഈ മഹാവിപത്തിനെ കണ്ടില്ലെന്ന് നടിച്ചാൽ നിങ്ങൾക്ക് ദൈവം പോലും മാപ്പ് തരില്ല. മുൻമന്ത്രി കുരുവിളയ്ക്കെതിരെയുള്ള ആരോപണം തെളിഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവില്ലേ ഭാസ്കരൻ ചേട്ടാ? അതെ, ഞാൻ പറയാം. വിവിധ ഭൂമി ഇടപാടിൽ പങ്കുണ്ടെന്ന ആരോപണത്തിലാണല്ലോ അദ്ദേഹത്തോട് മന്ത്രിസ്ഥാനം ഒഴിയാൻ മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അധികാര ദുർവിനിയോഗവും വഞ്ചനയും കാട്ടിയ ആ മന്ത്രിമാന്യനെ രക്ഷിക്കാൻ നന്നായി പാടുപെട്ടതല്ലേ? ഇത്തരം ക്രിമിനലുകളെയും കൊള്ളക്കാരെയും കേരളം ഭരിക്കാൻ അനുവദിക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചതുകൊണ്ടാണ് കുരുവിളയ്ക്ക് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നത്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇക്കാര്യത്തിൽ നമ്മുടെ മുഖ്യന്റെ നിലപാട് കുറച്ചു വ്യക്തം തന്നെയാണ്. അദ്ദേഹം പണ്ട് PJ ജോസഫിനോട് നിർദ്ദേശിച്ചതുപോലെ കുരുവിളയോടും രാജി ആവശ്യപ്പെട്ടു. ഈ നിലപാട് ശ്ലാഘനീയം തന്നെ. എന്ത് ശ്ലാഘനീയം! 1.5 വർഷത്തിനുള്ളിൽ 2 മന്ത്രിമാരുടെ രാജി എന്ന അസാധാരണ സാഹചര്യം നേരിടേണ്ടി വന്ന ഏക ഗവൺമെന്റ് ഈ വാമഹസ്തക്കാരുടെ ഗവൺമെന്റ് മാത്രമായിരിക്കും. മാനാഭിമാനമുള്ളവർ രാജിവെച്ച് പുറത്തു പോകട്ടെ. എന്തായാലും ജുഡീഷ്യൽ അന്വേഷണം ഏർപ്പെടുത്തിയിരിക്കുകയല്ലേ? ജുഡീഷ്യൽ അന്വേഷണം എന്ന പ്രഹസനം ഇതാദ്യമായല്ലോ. കേണലേ, മുൻപ് PJ ജോസഫിനെതിരെ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം ഇപ്പോഴും ഒരിടത്തും എത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഒരു ജഡ്ജിയെ നിയമിക്കുകയോ ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിക്കുകയോ ചെയ്ത് കണ്ടില്ല. ഇപ്പോഴും പാർട്ടിയിൽ സ്ഥാനമാനങ്ങളോടെ PJ ജോസഫ് വിരാജിക്കുന്നു. ഭൂമി മാഫിയ സംഘങ്ങളെ തറപറ്റിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറയുന്ന മുഖ്യമന്ത്രിയും ഭരണപ്പടയും എന്റെ അഭിപ്രായത്തിൽ ആലിബാബയെയും 41 കള്ളന്മാരെയും പോലെയാണ് എന്ന് പറയാൻ വരട്ടെ ദക്ഷിണഹസ്തം. PJ ജോസഫിന്റെയും കുരുവിളയുടെയും മന്ത്രിക്കസേരകൾ നഷ്ടമാകുന്നതിന് പിന്നിൽ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടുകൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ അടിക്കടി ഉണ്ടാവുന്ന മന്ത്രിമാരുടെ സ്ഥാനചലനവും കോലാഹലങ്ങളും ഏത് നാടിനും നാണക്കേടാണ്. പിന്നെ ജുഡീഷ്യൽ അന്വേഷണം. മുൻപ് ഭരിച്ചിരുന്ന ഇരുപക്ഷക്കാരും പല സംഭവങ്ങളിലും ഇതുപോലെ ഉത്തരവുകൾ ഇട്ടിരുന്നു. എന്നാൽ അവയൊന്നും തന്നെ കുറ്റക്കാരെ ശിക്ഷിക്കാനുള്ളതായിരുന്നില്ല. ഇതും അതുപോലെയാകരുത്. ഉപ്പ് തിന്നുന്നവൻ ആരോ അവൻ വെള്ളം കുടിക്കണം. കേരളം വിഷമദ്യശാലകളാൽ ശവപ്പറമ്പുകളാകുന്നു അല്ലേ ഭാസ്കരൻ? എന്റെ കേണലേ, മദ്യ ഉൽപാദനവും മദ്യവിതരണവും മദ്യപ്രചാരണവുമായി എന്നും ഈ വിഷദ്രാവകത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവർ ഭരിക്കുന്ന നാട്ടിൽ ഇങ്ങനെ ചിലതുണ്ടായതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു? ഇത്രയല്ലേ ഉണ്ടായുള്ളൂ എന്ന് കരുതി സമാധാനിക്കാം. പണ്ടേ ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, യോഗ്യര് വാരാര് ചെമ്പേ തൂക്കി ഉള്ളേ വെയ്യുന്നു. ഇങ്ങനെ എന്തിനും ഏതിനും കലവില കൂട്ടുന്ന നിങ്ങൾ രാഷ്ട്രീയക്കാർ ഒന്ന് മനസ്സിലാക്കണം. അബ്കാരികളും രാഷ്ട്രീയക്കാരും ഒരമ്മ പറ്റ മക്കളാണ്. അനധികൃതമായി കേരളത്തിൽ ഒഴുകിയെത്തുന്ന സ്പിരിറ്റും ഈ കള്ളക്കടത്തിനെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥ കാവൽക്കാരും അവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയക്കാരും പിന്നെ ദുരന്തങ്ങൾ ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ പേന ആയുധമാക്കി സത്യവും അസത്യവും വർണ്ണിച്ചെഴുതുന്ന പത്രക്കാരും മറ്റു മീഡിയകളും ഒന്ന് മനസ്സിലാക്കണം. ഇത്രയേറെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടും മദ്യത്തെ ആവേശത്തോടെ മോന്തുന്ന കുടിയന്മാരെ ബോധവൽക്കരിക്കണം. ഒപ്പം ദുരന്തത്തിന് ഉത്തരവാദിയാകുന്ന കീഴ്ത്തട്ടുകാരൻ മുതൽ മേൽത്തട്ടുകാരെ വരെ മുഖം നോക്കാതെ, കീശയുടെ കനം നോക്കാതെ, കൊടിയുടെ നിറം നോക്കാതെ ശിക്ഷിക്കണം. എന്ന് വന്നാൽ ഇവർ രാഷ്ട്രീയക്കാർ കുഴയുമല്ലോ. ഇനി ഇവർക്ക് തുണ ദൈവം തന്നെ. ഓ മൈ ഗോഡ്, ഇവർക്ക് ദൈവമില്ലല്ലോ. ഇവരുടെ ഇല്ലെന്ന വാദം പോലും ഉണ്ടെന്ന അർത്ഥത്തിലല്ലേ? അതല്ലേ നമ്മുടെ സുധാകരൻ മന്ത്രി പോലും ഗുരുവായൂർ അമ്പലനടയിൽ പോയത്. എന്ന് വെച്ച് ഞങ്ങൾ മാർക്സിസ്റ്റുകാർ അമ്പലപ്പുഴുക്കളൊന്നും അല്ല. അമ്പലവും ദൈവങ്ങളും അവിടെ നിൽക്കട്ടെ, പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കടക്കാം. ഇങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാതെ വ്യാജമദ്യം കേരളത്തിലേക്ക് ഒഴുകിയെത്തിയാൽ എന്താവും നമ്മുടെ നാടിന്റെ സ്ഥിതി? എന്റെ കേണലെ,
ഓണക്കാലത്ത് ഏറ്റവും അധികം വരുമാനമുണ്ടാക്കിയത് മദ്യശാലകളാണെന്ന കണക്ക് പെരുപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. കേരളത്തിലെ 36 കോടി ജനങ്ങളിൽ മദ്യവിൽപ്പന മേഖലയിൽ 1 കോടി രൂപ വന്നു എന്നത് അത്ര വലിയ സംഭവമല്ല. സിനിമാശാലകളിൽ കയറിയിരുന്ന് നേരം കളയുകയും പാർക്കും തീം പാർക്കുകളും കറങ്ങി ഉല്ലസിച്ചവരുടെയും കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ഇതിൽ 10 ഇരട്ടി കേരള ജനത പൊട്ടിച്ചിട്ടുണ്ടാവും നമുക്ക് മനസ്സിലാക്കാം. എന്റെ കൂട്ടരെ, ഇവിടെ എത്ര കോടി കുടിച്ചു തീർത്തു, എത്ര കോടി സിനിമ കണ്ടു തീർത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിഷമദ്യവും വ്യാജമദ്യവും അതിന്മൂലം ഉണ്ടാവുന്ന ദുരന്തങ്ങളും അതിൽപ്പെട്ടു മരണപ്പെടുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ ഏറി വരുന്നുണ്ട്. ഇതിൽ പലതും തെളിവില്ലാ മരണങ്ങളും പരാതിയില്ലാ കേസുകളുമാവുന്നു. മുൻപ് ഓണക്കാലത്ത്, അതും തിരുവോണ നാളിൽ വിഷമദ്യം കഴിച്ച് കൂട്ടക്കൊല ചെയ്യപ്പെട്ടവരെ കേരളം മറന്നോ? ആ ദുരന്തത്തിന്റെ സാക്ഷ്യപത്രങ്ങളായി കാഴ്ച നശിച്ചും കൈകാലുകൾ തളർന്നും ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളോട് മല്ലടിച്ചു കഴിയുന്ന അസഖ്യം മദ്യപന്മാർ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴുമുണ്ട്. ഇക്കൂട്ടത്തിൽ ഇനി ഒരാൾ പോലും പെടരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഓണവും ബക്രീദും ക്രിസ്മസും ആഘോഷിക്കാൻ എന്തിനാണ് മദ്യം? ഉത്സവങ്ങളും ആഘോഷങ്ങളും സന്തോഷിക്കാൻ വേണ്ടിയാണ്. ചിതറിത്തെറിച്ചു കിടക്കുന്ന ബന്ധങ്ങളെ ആഘോഷത്തിന്റെ പേരിൽ ഇഴചേർക്കാനാണ്, അല്ലാതെ മദ്യപാനത്തിന്റെ പേരിൽ തമ്മിൽ തല്ലാനോ അപമൃത്യുവിന് ഇരയാകാനോ അല്ല. കുടിച്ചു മരിച്ചവരെ കുറ്റപ്പെടുത്തി കുടിപ്പിച്ചു കൊന്നവരെ ആദരിക്കുന്നവരുടെ നാടായി പോകുന്നില്ലേ നമ്മുടേതെന്ന് എനിക്കൊരു സംശയം. ഭാസ്കര, ഇംഗ്ലീഷ് മരുന്നുകൾ അപകടകാരികളാണെന്നുള്ള വാദം കേരളത്തിൽ ശക്തിപ്പെടുന്നുണ്ടല്ലോ, ശരിയാണോ? എന്റെ കേണലേ, കഴിഞ്ഞ 4-5 കൊല്ലമായി ഇങ്ങനൊരു അപവാദം കേരളത്തിൽ ഉടനീളം കേൾക്കാം. ഗുരുതരവും സാരവുമായ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇത് വിലപ്പോവില്ല. എന്നാൽ അത്തരം രോഗങ്ങളുടെ പോലും പ്രാരംഭ ദിശയിൽ രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും ചിന്താക്കുഴപ്പമുണ്ടാക്കാൻ ഈ പ്രചാരണം കാരണമാകുന്നു. മാനസിക രോഗങ്ങളുടെ കാര്യത്തിലാവട്ടെ ഇത് വലിയൊരു പ്രശ്നമാണ്. പനി പടർന്നപ്പോൾ പാരസെറ്റമോൾ ഹൈദരാബാദിലെ ഒരു കമ്പനിയിൽ നിന്നും വാങ്ങി എന്നതിന്റെ പേരിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിക്കുന്നവർ തന്നെയാവും ഈ പ്രചരണത്തിന് പിന്നിൽ. ഇംഗ്ലീഷ് മരുന്നും ചികിത്സയും വഴിമുറിച്ച് വൈദ്യശാലകളെയും പ്രകൃതി ചികിത്സാലയങ്ങളെയും പുനർനിർമ്മിക്കാനുള്ള ശ്രമമാവും ഇതിനു പിന്നിൽ. ചിക്കൻ ഗുനിയ എന്ന രോഗത്തിന്റെ പേരിൽ എത്ര കോടി ക്രമരഹിതമായി ഉണ്ടാക്കിയെന്ന് വഴിയേ കണക്കുകൾ തെളിയിക്കും. നിലവാരമില്ല എന്ന് തള്ളിക്കളഞ്ഞ കമ്പനിയുടെ തന്നെ പാരസെറ്റമോൾ നിർമ്മാണത്തിന് ഇപ്പോഴത്തെ സർക്കാരും ആരോഗ്യവകുപ്പും മുൻകൈയെടുത്തതും ഈ ഗുളിക കഴിച്ച് ഫലപ്പെടാതെ കേരള ജനത ദുരിതമനുഭവിച്ച് എത്രയോ പേർ മരണത്തിനിടയായതെന്നും ആരും മറക്കരുത്. രോഗം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട ഗവൺമെന്റ് രാജിവെച്ച് പുറത്തു പോകണം. അതാണ് ധീരത. തുമ്മിയാലും തുമ്മിച്ചാലും രാജിവെച്ച് പുറത്തു പോകാൻ ഞങ്ങളുടെ പാർട്ടിയിൽ നട്ടല്ലില്ലാത്ത നേതാക്കന്മാരൊന്നുമില്ല. കേരള ജനത ഞങ്ങളെ വിശ്വസിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഭരിക്കും. അത് പുറത്തു നിന്ന് കണ്ടാൽ മാത്രം മതി, കേട്ടോ? പനി മരണങ്ങളുടെയും ദുരിതങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെന്റിനും മരുന്നിനും മാത്രമായി ഭാഗിച്ച് നൽകേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം. അത് നേരാ. പാരസെറ്റമോൾ വാങ്ങിയതും അതിന്മേലുണ്ടെന്ന് പറയുന്ന ക്രമക്കേടും വിവാദവും അവിടെ നിൽക്കട്ടെ. ഈ പനി കേരളത്തിൽ വ്യാപകമാകാൻ കാരണം എന്താണ് എന്ന് വേണം നാം തിരിച്ചറിയേണ്ടത്. കേരളത്തിൽ കൊതുക് നിർമ്മാർജ്ജന യജ്ഞം തുടങ്ങിയിട്ട് കാലം കുറെ ആയെങ്കിലും ഇതുവരെ ഫലപ്രാപ്തി നേടിയിട്ടുണ്ടോ എന്ന കാര്യം നാം പരിശോധിക്കണം. പനി മരണങ്ങൾ ഉണ്ടായിട്ടുള്ളതിൽ അധികവും പാരസെറ്റമോളും NSAID എന്ന വ്യാധന സംഹാരിയും കഴിച്ചതുമൂലമെന്ന അഭിപ്രായം ഇവിടെ ഇപ്പൊ സജീവമാണ്. പനി പ്രതിരോധ ചികിത്സയാണെന്നും അതിനെ തടസ്സപ്പെടുത്താതിരിക്കുകയാണ് അതിൻ്റെ ശരിയായ ചികിത്സ എന്നുമുള്ള ശുദ്ധ ജൈവവാദവും പാരസെറ്റമോൾ അല്ല പച്ചവെള്ളമാണ് പനിയുടെ ചികിത്സയ്ക്ക് നല്ലതെന്നുമുള്ള പരിശുദ്ധ ചികിത്സാ വാദം വരെ പ്രചാരത്തിലുള്ളപ്പോൾ ഇത് കേട്ട് ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ട് കണ്ണും തള്ളി നിൽക്കാനേ ജനങ്ങൾക്ക് കഴിയുന്നുള്ളൂ. മരുന്നിനേക്കാൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് ചികിത്സിക്കുന്ന ഡോക്ടറെയാണ്. ദയവായി ഡോക്ടർമാരോടൊരു അപേക്ഷ, മരുന്നേതെന്നോ മന്ത്രമേതെന്നോ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നു, സഹായിക്കുമെന്ന വിശ്വാസത്തോടെ. കേരളത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിഭാഗീയ രാഷ്ട്രീയമോ പകയോ ഇല്ല.
പകരം വ്യക്തിവൈരാഗ്യം മാത്രമാണുള്ളതെന്ന് കേൾക്കുന്നത് ശരിയാണോ? എന്നാര് പറഞ്ഞു? പാർട്ടിക്കകത്ത് അധികാരം കൈയടക്കി വച്ചിരിക്കുന്നവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയാൽ അവരെ VS പക്ഷമെന്നും ആരോപണ വിധേയരായവരെ പിണറായി പക്ഷമെന്നും വേർതിരിക്കുന്നത് ഇപ്പോൾ പതിവല്ലേ? ഭാസ്കര, മാർക്സിസ്റ്റ് പാർട്ടിയെയും തത്വങ്ങളെയും അറിയാതെ പുറത്തു നിന്ന് നിങ്ങൾക്കാർക്കും എന്തും പറയാം. എന്നാൽ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയെക്കാട്ടിലും തത്വാധിഷ്ഠ നിലപാടുള്ള ഞങ്ങളുടെ പാർട്ടിയെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കണം. അലക്കി വെളുപ്പിച്ച ഖദർധാരികളും ബൂർഷാസികളും ഒന്നുമല്ല ഞങ്ങളുടെ പാർട്ടി അനുഭാവികൾ. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്ന അധ്വാനിക്കുന്ന ജനതയാണ് ഞങ്ങളുടെ പിന്നിൽ. ഇന്നിപ്പോൾ നിങ്ങളുടെ പിന്നിൽ അണിനിരക്കുന്നവരാരാണെന്ന് കേരളത്തിൽ വസിക്കുന്ന ഏത് പൊട്ടനും മനസ്സിലാവും. പിന്നെ സ്വന്തം പ്രത്യയശാസ്ത്രത്തെ സൗകര്യത്തിനായി പുതിയ പ്രത്യയശാസ്ത്രമായി രൂപാന്തരപ്പെടുത്തി അധികാരത്തിനു വേണ്ടി സഹവർഗക്കാരെ പോലും ഒറ്റാനും വെട്ടിനിരത്താനും മടിക്കാത്ത വാമഹസ്തക്കാരുടെ രാഷ്ട്രീയ സ്വഭാവം വരും തലമുറയെങ്കിലും പകർത്താതിരുന്നാൽ മതിയായിരുന്നു. കൊള്ളാം. A മുതൽ Z വരെയുള്ള അക്ഷരമാലയിൽ പിളർന്നും തകർന്നും രാഷ്ട്രപിതാവിന് പോലും അപമാനമായി നിൽക്കുന്ന ദക്ഷിണഹസ്തക്കാരെ കേരള ജനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പുതിയ തലമുറയെ നിങ്ങൾ വഴിതെറ്റിക്കാതിരുന്നാൽ മാത്രം മതി. എന്റെ കൂട്ടരെ, 2 തെരുവ് ഗുണ്ടകളോ ചക്രത്തിമാരോ അല്ല നിങ്ങൾ ഇരുവരും. രാജ്യസേവനം, അതായത് ജനങ്ങളുടെ ക്ഷേമത്തിന് ആവശ്യമായ പ്രവർത്തനം നടത്താൻ ബാധ്യസ്ഥരായ പൊതുപ്രവർത്തകരാണ് നിങ്ങൾ ഇരുവരും. ഒരാൾ മറ്റൊരാളെ പഴിക്കുമ്പോൾ ഒരാളെങ്കിലും പിഴവില്ലാത്തവനായിരിക്കണം. അല്ലെങ്കിൽ ഒരു കൈയില്ലാത്തവൻ ഒരു വിരലില്ലാത്തവനെ പഴിച്ചതുപോലെയായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ പാർട്ടി ചാനലായ കൈരളിയുടെ നിലപാട് പോലെ. അതുകൊണ്ടാണ് ജനസമ്മതിദായകനായ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോലും സ്ഥാനാർത്ഥിത്വം നൽകാതെയും മുഖ്യമന്ത്രി ആകേണ്ടി വന്നപ്പോൾ പ്രധാന വകുപ്പുകൾ തട്ടിയെടുത്ത് ഒരു കടലാസ് മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് സ്ഥാപിത താല്പര്യക്കാരുടെ ഈറ്റില്ലമായ രാഷ്ട്രീയ വേദിയിൽ വ്യക്തിവൈരാഗ്യത്തെക്കാൾ രാഷ്ട്രീയ വൈരാഗ്യത്തിന് തന്നെയാണ് പ്രാധാന്യം. എന്താ ശരിയല്ലേ? കേട്ടില്ലേ ഒരു പ്രസ്താവന? കേരളത്തിൽ റോഡുണ്ടോ എന്ന്. കേണലേ, റോഡ് മാത്രമാണോ? ഇവിടെ ഒരു സർക്കാരുണ്ടോ? ഈ ചോദ്യം ഉന്നയിക്കുന്നവർ കുരുടന്മാരാണ്. കാഴ്ചശക്തി ഇല്ലാത്ത കപടതക്കാരോട് ഒരു ചോദ്യം: നിങ്ങൾ ചോറാണോ അതോ മറ്റു വല്ലതുമാണോ കഴിക്കുന്നത്? ചോദിച്ചിട്ട് കാര്യമില്ല വാമഹസ്തം. ചോദ്യം നിങ്ങളുടെ ഇടം കൈയിൽ അന്തിയുറങ്ങിയവരിൽ ഒരാളുടേതാണ്. അത് വേറെയൊന്നുമല്ല, ഈ പറഞ്ഞ മനുഷ്യനെ പ്രതിനിധീകരിക്കുന്ന പത്രത്തിന്റെ മേൽ വന്ന ആരോപണവും ഭൂമി കയ്യേറ്റവും കയ്യോടെ പിടിച്ചതിലുള്ള ചൊരുക്ക. അങ്ങനെ ഒരു വ്യക്തിയുടെ അഭിപ്രായമല്ല ഈ ആരോപണം. ഇത്രയും മോശമായ റോഡുകൾ മുൻപ് ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി പോലും പറഞ്ഞില്ലേ? കാലവർഷം എത്തുമ്പോൾ എക്കാലത്തും റോഡുകൾ തകരുക പതിവാ. അതിന് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി കൈയടി നേടാനാരും നോക്കണ്ട. ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾക്ക് മീതെ അവകാശത്തോടെ ന്യായം പറയാൻ നീതിപീഠത്തിന് ബാധ്യതയുണ്ട്. ജനക്ഷേമം മാത്രം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന കോടതികൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടില്ല എങ്കിൽ ഇവിടെ ഭരണാനിശ്ചിതത്വം തുടരും. ജനങ്ങളും ജനായത്ത സംവിധാനങ്ങളും കോടതിയും നീതി നിർവഹണവും സർക്കാരും അവരുടെ പ്രവർത്തനങ്ങളും നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. കോടതിയുടെ പരാമർശങ്ങളും വിമർശനങ്ങളും മുഖവിലയ്ക്ക് എടുക്കുക തന്നെ വേണം. അതോടൊപ്പം ആ വിമർശനങ്ങളെയോ ഉപദേശത്തെയോ രാഷ്ട്രീയവത്കരിക്കരുത്. പിന്നെ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ റോഡുകളുടെ സ്ഥിതി കണ്ടില്ല എന്ന് വെക്കാനാവില്ല. ഈ ദുരവസ്ഥ പാവപ്പെട്ട ജനങ്ങളെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നു എന്ന് മനസ്സിലാക്കുക. വാഹനപ്പെരുപ്പം നിയന്ത്രിക്കുകയോ റോഡുകളുടെ സൗകര്യം വർദ്ധിപ്പിക്കുകയോ ചെയ്യേണ്ടത് സർക്കാർ തന്നെയാണ്. വാഗ്ദാനങ്ങൾ പുതുക്കാതെ പ്രവർത്തിച്ചു കാണിക്കണം. കേരള ജനതയുടെ ക്ഷമയ്ക്ക് അതിരില്ല എന്നുള്ളത് കൊണ്ട് അവരെ ഇങ്ങനെ ശിക്ഷിക്കരുത്. അത് ആർക്കും നന്നല്ല. ചിക്കുൻ ഗുനിയായും പ്രതിരോധവും എവിടം വരെയായി ഭാസ്കര? ചിക്കൻ ഗുനിയ മൂലം മരണപ്പെട്ടവരും ചികിത്സയിൽ കഴിയുന്നവരും ഇപ്പോഴും കുറവല്ല.
ഈ രോഗത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ചിക്കൻ ഗുനിയ പരത്തുന്ന വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചിരിക്കുന്നതായി രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരുന്നല്ലോ. ശരിയാണ്. ഈ വൈറസുകൾക്ക് ശ്വാസകോശത്തെയും നമ്മുടെ തലച്ചോറിനെയും നശിപ്പിക്കാനും നമ്മളെ കൊല്ലാനും കഴിയും. ഓ മൈ ഗോഡ്, അത്ര മാരകമാണോ ഈ വൈറസുകൾ? ആ? എന്നിട്ടാണോ കേന്ദ്രഭരണ പ്രദേശത്തു നിന്നെത്തിയ ഡോക്ടർമാരും സംഘവും കേരളത്തിൽ ചിക്കൻ ഗുനിയ മൂലം ആരും മരിച്ചിട്ടില്ല എന്ന് അഭിപ്രായപ്പെട്ടത്? അത് ഈ വാമഹസ്തക്കാരുടെ വീഴ്ചയാണ്. എന്നാര് പറഞ്ഞു? കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടും മുൻപേ കേരളത്തെ അവഗണിച്ചു കൊള്ളാമെന്ന് വാക്കും കൊടുത്ത് സുഖവാസത്തിന് വന്ന കേന്ദ്ര സംഘം ചിക്കൻ ഗുനിയ കാരണം ആരും മരിച്ചിട്ടില്ല എന്നും ഈ രോഗാണു മരണകാരണമല്ല എന്നും പ്രസ്താവിച്ചില്ലേ? അത് ആർക്കോ വേണ്ടിയല്ലേ? ഇരുട്ടുകൊണ്ട് ഓട്ട അടക്കല്ലേ. കേന്ദ്ര സംഘം എത്തുന്നതിന് എത്രയോ മുൻപ് തന്നെ കേരളം ഇക്കാര്യം പറഞ്ഞു തുടങ്ങിയതല്ലേ? ഇക്കാര്യത്തിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കൊമ്പ് കോർത്തത് മറന്നുപോയോ? ഇതാണ് കേരളത്തിന്റെ ഒരു കുഴപ്പവും ശാപവും. യഥാർത്ഥ കാരണം തിരിച്ചറിഞ്ഞിരുന്നാലും പരസ്പരം ആരോപണം ഉന്നയിച്ച് മേധാവിത്വം നേടാനാണ് ശ്രമം. രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിലെ ശാസ്ത്രജ്ഞന്മാർ വെളിപ്പെടുത്തിയതിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ? ഒരു വൈറസിന് ജനിതമാറ്റം വരണമെങ്കിൽ ഒന്നുകിൽ ന്യൂക്ലിയർ സ്ഫോടനമോ അല്ലെങ്കിൽ ആ വൈറസിനെ ലാബിൽ വെച്ച് മാറ്റങ്ങൾക്ക് വിധേയമാക്കുകയോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള മരണങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ആരോ ശ്രമിച്ചു എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒന്നുറപ്പാണ്, ആരുടെയോ കറുത്ത കരങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇതേക്കുറിച്ച് ചിന്തിക്കാതെ തമ്മിലടിച്ചിട്ട് കേരളത്തിന് എന്ത് കാര്യം, നമുക്കെന്ത് കാര്യം?